ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ എൻഗേജ്മെൻറ്റിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ ഇടാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇന്നലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി 12 മണിക്ക് വാഴ കാണാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാ ഫാമിലിയായിട്ട് എല്ലാവരും വാഴ കാണാൻ പോയിട്ടായിരിക്കുന്നു. പിന്നെ 3:15 എത്തുമ്പോൾ പുലർച്ചെ. അപ്പോൾ വലിയ വീഡിയോയിലൊന്നുമില്ല, നമ്മൾ ഷോർട്സിൽ കണ്ടതൊക്കെ തന്നെ ഇതിലുള്ളൂ. അപ്പോൾ ഹാളിലേക്ക് ഫസ്റ്റ് ഞങ്ങളാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കുഞ്ഞ പെണ്ണിൻ്റെ ഉമ്മ. ഇവരെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പെൺകുട്ടികളാണിത്. ഇതാണ് ഇവരെ ഫാമിലി. രണ്ടാമത്തെ പ്രസവത്തിൽ 3 മക്കളാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. അതാണ് അവർ 3 മക്കൾ. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ്. പിന്നെ അതിൻ്റെ വാപ്പപ്പയാണ് കുഞ്ഞാടെ ഉപ്പ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവരെ പെണ്ണിൻ്റെ അനിയത്തിയുടെ ഫ്രണ്ടാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ടുള്ളൂ. അവൾ ലോങ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതാണ് ഞങ്ങളുടെ ടീം. ഇനി ആൾക്കാർ വരാൻ കിടക്കുന്നുണ്ട്. എൻ്റെ മാമി, കസിൻസ്, മാമിയുടെ മക്കളൊക്കെയാണ്. അത് മൂത്ത മാമി, ആ പച്ച രണ്ടാമത്തെ മാമിയാണ്. അപ്പോൾ അവരെ മക്കൾ ഞങ്ങൾ പെൺകുട്ടികളായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഫാമിലിയാണ്. ആൺകുട്ടികൾ 4 ആൾക്കാരാണ്ട് ഉള്ളു ഞങ്ങളെ വീട്ടിൽ. അപ്പോൾ ഞങ്ങളിതാ ഫോട്ടോ എടുക്കുക. ഞങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ഏത് കല്യാണം ഉണ്ടെങ്കിലും ഞങ്ങൾ വലിഞ്ഞ് കയറി ഫോട്ടോ എടുത്തിരിക്കും. ഫോട്ടോ മാത്രമല്ല ഡാൻസും ഉണ്ടാവും. അപ്പോൾ ഡാൻസ് ഇതിൻ്റെ ലാസ്റ്റ് വരുന്നുണ്ട് ഡാൻസ്. പിന്നെ നമ്മൾ അവർ സെക്കൻഡ് വീട്ടുകാർ വന്നപ്പോൾ അവർ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പോർഷനാണ് ഈ കാണുന്നത്. പിന്നെ അവരവിടുന്ന് 80-100 ആൾക്കാരാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയ ഹാളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബ്രഹ്മംകുളത്തുള്ളൊരു ഹാളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബീഫ് ബിരിയാണി, ചിക്കൻ ചില്ലി, വെറുംചോറ്, മീൻ കറി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ചെക്കൻ്റെ ഫാമിലി ആയിട്ട് ചടങ്ങുകളുണ്ടായിരുന്നു. ഗോൾഡ് ഇടൽ, മിഠായി കൊടുക്കൽ, ഡ്രസ്സ് കൊടുക്കൽ, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ വൈറ്റിട്ടതാണ് ചെക്കൻ്റെ ഉമ്മ. പിന്നെ നമ്മുടെ കലാപരിപാടികളായിരുന്നു. പിള്ളേരുടെ ഡാൻസായിരുന്നു. നമ്മൾ ഇപ്രാവശ്യം ഡാൻസ് അയച്ചില്ല. എന്തായാലും കല്യാണത്തിന് കളിക്കാമെന്ന് വിചാരിച്ച് ഇപ്രാവശ്യം പിള്ളേർ പഠിച്ച ഡാൻസാണ് ഒറ്റക്ക്. അവരപ്പോൾ എന്തായാലും അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിതിൽ സോങ് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റാണ് കാട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് സോങ്ങൊന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ എവിടെ പരിപാടി ഉണ്ടോ അവിടെ എന്തായാലും നമ്മൾ പിള്ളേരുടെ ഡാൻസ് ഉണ്ടാവും. കാരണം ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അങ്ങനെ ആ ഒരു ഇതില്ല. കാരണം ഇനിയിപ്പോൾ വീണ്ടും ഒരു കല്യാണം ഞങ്ങൾക്ക് വരുന്നുണ്ട്. അവർ വരെ ഞങ്ങളോട് പറഞ്ഞ് എന്തായാലും അവിടെ ഡാൻസ് കളിക്കുന്നിട്ടാണ്. കാരണം ഞങ്ങൾക്ക് സ്റ്റേജ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ കയറിപ്പോവും. അവിടെ പിന്നെ ഞങ്ങളേതായ ലോകമാണ്. കാരണം പിള്ളേരെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും അവർ പഠിച്ച ഡാൻസാണ്. പക്ഷേ എനിക്കതിൽ സോങ്ങൊന്നും കയറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആദ്യമേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. പക്ഷേ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഡാൻസ് ലോങ് ആണ്. ഞാൻ കുറച്ച് ഭാഗങ്ങളെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ.